യൂണിവേഴ്സിറ്റി കോളേജിലെ ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ ഒന്നാണ്. അപ്പന കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അതിന് ഏത് ചേരിക്കും പോകും. ഞങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ട് ചേരി, KSU ഉണ്ട്, SFI ഉണ്ട്, പിന്നെ USO എന്ന് പറഞ്ഞുണ്ട്. പിന്നെ എന്താ അവിടെ വെച്ചിട്ട് ആ രാഷ്ട്രീയം നിർത്തിയത്? അല്ല, രാഷ്ട്രീയം എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, എനിക്ക് അന്നേ അറിയാം. അതെനിക്കെപ്പോഴും ചിരിക്കാൻ പറ്റില്ല. എനിക്ക് ചിരി ആവശ്യമെന്നേ ചിരിച്ചോളാം. അത് കണ്ട് ചിരിച്ചതിന് മോശമായിട്ട് ആൾ ചിരിച്ചു. പിന്നെ ഭയങ്കര ഭീകരമായ ഒരു ജോലിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ ഇത്രയും കാലം അഭിനയിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ എൻ്റെ പടം വിടും. എൻ്റെ പടത്തിൽ ഞാൻ സംവിധാനമായിട്ടിരിക്കുമ്പോൾ അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റുമായിട്ടൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. 50 വർഷത്തെ കാര്യം ഞാൻ പറയും. ആരുമായിട്ടും ഇവിടെ ട്രിപ്പിൾ മേക്കേഴ്സായ എല്ലാവരും എൻ്റെ അടുത്ത് വളരെ ഇണങ്ങിയ സുഹൃത്തുക്കൾ. മലേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളൊരു മോശം പറയിച്ചിട്ടില്ല. ഇല്ല, റിവ്യൂ പറയുന്ന റിവ്യൂ ഓക്കെ. അത് എപ്പോഴെങ്കിലും നമുക്ക് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടോ? പണ്ട് അരോചകമാണെന്നുള്ള വേറെ കാര്യമാണല്ലോ. അതുപോലെ അധികമായാൽ അമൃതം പ്രശ്നമാണ്. ഞാൻ ഒരു തവണ ഇങ്ങനെ ആണെങ്കിൽ 5 കാണിച്ചെങ്കിൽ അതാണ് നമുക്ക് സാരമില്ല. ബാലേട്ടൻ തന്നെ ഒരു പരാതി പറഞ്ഞത്, എന്നെ ആരും ഉപയോഗിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു പരാതി പോലെ പറഞ്ഞിട്ടുണ്ടോ നടൻ എന്ന രീതിയിൽ? സത്യമല്ലേ? എനിക്ക് നാഷണൽ അവാർഡ് ഇവിടെ സമാന്തരം എന്താ ഞാൻ മോശമാണ്. വളരെ ഹീനമായ ഒരു ലൈംഗിക കുറ്റം ചെയ്ത ഒരു പത്രത്തിൽ വാർത്ത കൊടുത്താൽ മതി, അവൻ്റെ 3 ഫോട്ടോ ഇട്ടിരിക്കുന്നു. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാൽ കൊടുക്കത്തില്ല, മൂലയെ കൊടുക്കും. ആ കുഴപ്പമുണ്ട് സമൂഹത്തിന്. നെഗറ്റീവേ നമ്മൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നുള്ളത്. ഞാൻ പക്ഷേ എൻ്റെ സിനിമകളിലൊന്നും നെഗറ്റീവായിട്ടുള്ള സാധനം കാണിച്ചൊന്നും ഞാൻ കച്ചവടം നടത്തിയിട്ടില്ല. പണ്ട് വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്ത് വർക്കലയിൽ ഒരു സിനിമ ഷൂട്ട് കാണാൻ പോയ ഒരു പയ്യൻ, അവന് ആദ്യം കാണേണ്ടത് പ്രേം നസീറിൻ്റെ ഷീലയായിരുന്നില്ല. അവൻ ചോദിച്ചൊരു ചോദ്യം ഇതിൻ്റെ ഡയറക്ടർ ആരായിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് പിന്നെ പഠിച്ച് ഫാത്തിമ കോളേജിൽ നിന്നും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലെത്തി അവിടെയും പഠിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു സിനിമ ഷൂട്ടിങ് വന്നു. നായകനും നായികയ്ക്ക് ഒപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളായി അവനും അതിനിടയിലൂടെ നടന്നു വന്നു. പക്ഷെ അപ്പോഴും കൂടെ നിന്നവരും ചുറ്റുമുള്ളവരും എല്ലാം അവനെ ശ്രദ്ധിച്ചു. അവിടെ നിന്ന് അവൻ മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തി. അവിടെ പല വേഷങ്ങളും ജീവിതത്തിൽ നയിച്ച് അവനൊരു എഴുത്തുകാരനായി, സംവിധായകനായി, നടനായി, നിർമ്മാതാവായി, വിതരണക്കാരനായി, സംഗീത സംവിധായകനായി, രചയിതാവായി അവൻ്റെ ജീവിതം ഏതാണ്ട് ഒരു 50 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതൊരു ചെറിയ സംഖ്യയല്ല. 50 എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു വലിയ സംഖ്യയാണ്. ശരിക്കും ഈ ഒരു യാത്ര എത്തി നിൽക്കുമ്പോൾ, ഈ ഒരു നിമിഷത്തിൽ ബാലേന്ദ്രൻ മേനോൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് വേണേൽ ആഗ്രഹിക്കാം, അല്ലേ? അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് അത് നടക്കണമെന്നില്ല. എത്രയോ പേര് ആഗ്രഹിക്കുന്നത് പലപ്പോഴും വിഫലമാകുന്നിടത്താണല്ലോ ജീവിതം തകർന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അന്നത്തെ കോളേജ് മാഗസിനിൽ ഞാനൊരു കഥ എഴുതി. അതിന് ഡിഡ് യു ഗോ ഫോർ ഫിലിം മേനോൻ എന്നാണ് ടൈറ്റിൽ. ബാലേന്ദ്ര മേനോൻ ഫസ്റ്റ് PDC. ഷൂട്ടിംഗ് തീർന്നു, വാച്ചിൽ നോക്കി മണി വന്നു. ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ക്ലാസ്സിലിരിക്കുന്ന ഞാൻ ഭാവിയിൽ ഒരു സംവിധായകനാകുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട് ആ ക്ലാസ്സിൽ അന്ന് എന്നോടൊപ്പം പഠിച്ചിരുന്ന 3 പേരെ കണ്ടുമുട്ടുന്നതാണ് കഥ. ക്ലാസ്സിലിരുന്ന് കാണുന്നൊരു ദിവാസ്വപ്നമാണ്. ഉറക്കത്തിൽ ഉണരുമ്പോൾ അധ്യാപകൻ ചോദിക്കുക, ഡിഡ് യു ഗോ ഫോർ ഫിലിം മേനോൻ? എന്താ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതും യാഥാർത്ഥ്യമായില്ലേ? അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഈശ്വരൻ സഹായിച്ച് ഞാൻ കരുതി കൂട്ടിയില്ലെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കതേ പറയാം. എനിക്ക് അതിനിപ്പോൾ എൻ്റെ ഒരു ക്രെഡിറ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. എന്തായി പറഞ്ഞത് നിസ്സാരമാണ്. ഒരു എല്ലാം അൺസർട്ടൺ ആണ് ഈ ലോകത്ത്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് സിനിമയുടെ ഈ ഷൂട്ടിംഗ് മാതിരിയാണ്. ഷൂട്ടിംഗ് നമ്മൾ ഇത്ര സീൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കാൻ പറ്റുന്നില്ല. കാരണം സൂര്യൻ നിശ്ചയിക്കും എപ്പോഴാണ് ക്ലൗഡ്സ് വരേണ്ടത്, മറയ്ക്കേണ്ടത്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് ഐ തിങ്ക് ഐ എം റീസണബിളി ബ്ലെസ്ഡ് ബൈ ഹിം. ഈ 50 വർഷം നിൽക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. അല്ലാതെ ഒരാളോട് നന്ദി പറയണമെന്ന് പറഞ്ഞാൽ ആരോടായിരിക്കും? ദൈവത്തിലെല്ലാം വരുന്നില്ലേ? ദൈവമല്ലേ എല്ലാം തരുന്നത്? ഈ പ്രപഞ്ചം തന്ന ദൈവമല്ലേ? ഓക്കെ. പിന്നെ അതിൽ നിന്ന് വേറൊരാളെടുത്ത് പറയാൻ പറ്റുമല്ലോ എല്ലാവരോടും. കാരണം പ്രകൃതി മീൻസ് ദൈവം. ഓരോന്നെങ്കിലും ഓരോ പിക്ചർ കൊടുത്തോളൂ, ഓരോ അർത്ഥം കൊടുത്തോളൂ. പക്ഷേ ഒരു അധിപനുണ്ട് ടു ഡിസൈഡ് തിങ്സ് ഹൗ ഷുഡ് ഗോ. അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറഞ്ഞോളൂ. ഓരോ വാക്കാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാം ഫലത്തിലൊന്നു തന്നെയാണ്. സാറ്റിസ്ഫൈഡ് ആണോ ജീവിതത്തിൽ? അത് ആകാൻ പാടില്ല. ഞാൻ പറഞ്ഞത്, എവിടെയാണോ സാറ്റിസ്ഫൈഡ് ആകുന്ന അവിടെ ജീവിതം തീർന്നു. ഓക്കെ. പിന്നെ യു ഷുഡ് ഫൈറ്റ്.
ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ 50 വർഷം ഇരുന്നു, എനിക്ക് 50 വർഷം കഴിഞ്ഞ് ഓർമ്മ പോലും ഇല്ല. ഇത്രയും പടങ്ങൾ ചെയ്തു. സത്യം പറഞ്ഞാൽ പല പടങ്ങളും ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് അറിയാമെന്നുള്ളതല്ലാതെ അതിൽ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് പോയി നമ്മൾ ഇടയ്ക്കിരുന്ന് റിവൈൻഡ് ചെയ്യുമ്പോഴാണ് ഓർക്കുന്നത്. പിന്നെ ഞാനിതിൽ പഠിച്ച ഒറ്റ പാഠം, വന്ന വഴി മറക്കാതിരിക്കുക. അത് നിർബന്ധമായിരിക്കും. എവിടെയാണ് തുടങ്ങിയത് എന്നുള്ള സംഗതി അറിഞ്ഞുകൊണ്ട് ഈ യാത്രയിൽ ആരൊക്കെയാണോ നമ്മളെ സഹായിച്ചത് അവരെ ഒന്നും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അവരെപ്പറ്റി അനാവശ്യം പറയാതിരിക്കുക, പാഴ്വാക്കുകൾ പറയാതിരിക്കുക. അതാണ് ഞാൻ പഠിച്ചത്. അത് ജീവിതത്തിൽ നിർബന്ധമായി ഫോളോ ചെയ്യണം. മാത്രമല്ല ചെയ്യുന്ന ആൾക്കാരെ മാനസികമായിട്ട് അയറ്റി നിർത്തുകയും ചെയ്യും. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഈ 50 വർഷം കഴിയുമ്പോൾ എത്തി നിൽക്കുന്ന ചിത്രമാണ് പ്രതിച്ഛായ എന്ന് പറയുന്ന ചിത്രം. അതിൽ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് അതിൽ നിവിൻ പോളിയുടെ അച്ഛൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കഥാപാത്രം. ശരിക്കും അതിൽ സിനിമാ നിരൂപകരും അല്ലെങ്കിൽ ആ സിനിമ കണ്ടിറങ്ങുന്നവരും പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള റെഫറൻസും അതുപോലെ ആ കഥാപാത്രം നേരിട്ട പല വിഷയങ്ങളും ഇൻഡയറക്റ്റായി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കഥ പറയുന്ന സമയത്ത് ഒരു പക്ഷേ സംവിധായകൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടാവും, പൂർണ്ണമായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും അന്നേരം എന്താ തോന്നിയത്, ഉമ്മൻചാണ്ടിയെ പോലൊരാളെ നമ്മൾ ആവാഹിച്ച് ആ കഥാപാത്രമായി ചെയ്യുന്ന സമയത്ത്? അതിനകത്ത് 2-3 കാര്യമുണ്ട്. ഒന്ന്, ഡയറക്ടർ ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം എന്നെ വന്ന് കണ്ട് മനസ്സിലൊരു ഐഡിയ ഇങ്ങനെയുണ്ട്, ഇതാണ് അത്, കോൺസെപ്റ്റ് ഇതാണ്, ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം, അതിൽ മുഖ്യമന്ത്രിയായിട്ട് ആണ് എന്നെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി സാന്ദർഭികമായിട്ട് പിന്നെ കഥ പറഞ്ഞു വന്നപ്പം എനിക്ക് തോന്നിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കഥയാണോ ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു. അല്ല, ഉമ്മൻചാണ്ടിയുടെ അത് അദ്ദേഹത്തിൻ്റെ വ്യാവസായികമായ ഉദ്ദേശമായിരിക്കും, അവരുടെ ഉണ്ണികൃഷ്ണൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു മേക്ക് ഓവറിൽ നമ്മളെടുക്കുന്ന നിലപാടെന്താണ്? അദ്ദേഹം എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയായിട്ടുള്ള സാമ്യമുള്ള കഥാപാത്രങ്ങളോ ചെയ്യുന്ന കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളോ മാനറിസംസോ ശബ്ദാനുകരണമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് പിന്നെ സ്വതന്ത്രമായ ചിന്തിച്ചിട്ട് അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ എനിക്ക് തന്നു. ഒരു സീനിൽ പോലും അവിടെ ഉമ്മൻചാണ്ടി ചിരിക്കുന്നവരെ ചിരിച്ചാൽ കൊള്ളാം എന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ഹി വാസ് വെരി കോൺഫിഡൻ്റ് അബൌട്ട് മീ കേട്ടോ, അതാണ് സത്യം. അപ്പോൾ എനിക്കതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും പ്രതിക്കുകയുമുണ്ടായില്ല. മാത്രം പുള്ളിയാണ് ഈ പടത്തിലെ എൻ്റെ ഒരു എൻട്രിക്കുള്ള മൂല കാരണം പുള്ളിയാണല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചിന്തയിൽ പുള്ളി സത്യം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ മലയാള സിനിമയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നായകന്മാരെയും വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനെപ്പറ്റി എനിക്ക് പൂർണ്ണ ബോധ്യമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അതിൽ ബാലൻസ് ഉണ്ടായ സാധനം ഞാൻ മാത്രമാണ് തോന്നി. അപ്പോൾ അത് എനിക്ക് കിട്ടിയത് ഇറ്റ് വാസ് എ ഗുഡ് ക്യാരക്ടർ, ബിക്കോസ് ഞാനതിനെടുത്തത് മുഖ്യമന്ത്രിയുടെ കുടുംബം. അപ്പോൾ അതിനുണ്ടാകാവുന്ന വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങൾ അതൊരിക്കലും ഒരു സാധാരണക്കാരൻ്റെ ജീവിതമല്ല, അതൊന്ന് അനുഭവിക്കാം എന്ന് കരുതുന്ന സന്തോഷപൂർവ്വമാണ് ഞാൻ ആ പടം ചെയ്തത്. സന്തോഷപൂർവ്വമാണ് ഞാൻ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഈ മുഖ്യമന്ത്രിയുടെ കഥ അല്ലെങ്കിൽ മന്ത്രിയുടെ കഥ എന്ന് പറയുമ്പോൾ കാലങ്ങൾക്ക് മുമ്പ് സാർ തന്നെ രചിച്ച സിനിമകളിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, എനിക്ക് ഈ സിനിമയെ കൂട്ടിച്ചേർക്കുമ്പോൾ സ്വന്തം കുടുംബം നോക്കാനറിയാത്തവൻ നാട് ഭരിച്ചാൽ നന്നാവില്ല എന്ന്. അത് ആസ് എ ഡയറക്ടർ ആൻഡ് റൈറ്റർ എൻ്റെ വീക്ഷണമാണ്. നയം വ്യക്തമാക്കുന്ന മമ്മൂട്ടി പറയുന്ന ഡയലോഗ്. അതായത് ഒരു കുടുംബത്തിൽ പരാജയപ്പെട്ട എനിക്ക്, സത്യമല്ലേ ഈ പറയുന്നത്, ഒരു കുടുംബത്തിൽ പരാജയപ്പെട്ട എനിക്ക് നാട് ഭരിക്കാനുള്ള യോഗ്യതയില്ല. ഇവിടെ അതൊന്നും ആരും നോക്കുന്നില്ല, കയറി അങ്ങ് നിൽക്കുക നെഞ്ചും പിരിച്ച്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കൊടുത്തത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അയാളുടെ റോൾ മോഡലായിരിക്കണം എൻ്റെ ആഗ്രഹമാണ്. നാട് ഭരിക്കുന്ന മന്ത്രി അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ പല മന്ത്രിയും രാജിവെക്കേണ്ടിയിരിക്കും. ഈ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയട്ടെ, ഒരു സംതൃപ്തമായ കുടുംബജീവിതത്തിന് വിഘാതമായിട്ട് ഉള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ മന്ത്രിസ്ഥാനത്ത് നിന്ന് അവരെ പത്രക്കാർ കാണുന്നു, താലോലിക്കുന്നു, അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു, പിറ്റേ ദിവസം നിഷേധിക്കുന്നു. ഇങ്ങനെ നടക്കുകയല്ലേ രാഷ്ട്രീയം. അതിന് ഞാനെതിരാണ് മാനസികമായിട്ട്. ഈ പുറത്തുനിന്ന് രാഷ്ട്രീയത്തെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അതെ, അത് ഞാൻ രാഷ്ട്രീയത്തിൽ പണ്ട് മുതലേ ഇൻവോൾവ് ആണല്ലോ. ഞാൻ പഠിച്ചിരുന്ന കാലം മുതൽ ഫാറ്റിമ കോളേജ് പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴും അവിടെ ഇപ്പോൾ ഞാൻ ഇലക്ഷൻ നിന്നിട്ട് കോളേജ് യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായി. മറ്റൊക്കെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടറൊക്കെ വേറെ രാഷ്ട്രീയമാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് വന്നപ്പോൾ അവിടെ ഞാൻ ചെയർമാനായി. അതെ, അത് ഞാനത് കഥ കേട്ടിട്ടുണ്ട്, കേസുവിനെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് നിൽക്കണമെന്നുള്ള. അതെ അതെ, അതൊക്കെ എനിക്ക് നല്ലൊരു റിഹേഴ്സലായിരുന്നു. എല്ലാം ഒന്നാണെന്നേ. ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ ഒന്നാണ്. അപ്പനാ കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അതിന് ഏത് ചേരിക്കും പോകും. ഞങ്ങൾ പഠിക്കുമ്പോഴുണ്ട് ചേരി, KSU ഉണ്ട്, SFI ഉണ്ട്, പിന്നെ USO എന്ന് പറഞ്ഞുണ്ട്. അത് കണക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട്
എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു മുന്നണി പോലെ. അവർ ചിലയിടത്ത് കയറിയിട്ട് ഡിസൈഡിങ് ഫാക്ടർ ആവും. ഓക്കെ. അതേപോലെ കൊണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിനുള്ളൊരു നല്ല റിഹേഴ്സൽ യൂണിവേഴ്സിറ്റികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ അവിടെ വെച്ചിട്ട് ആ രാഷ്ട്രീയം നിർത്തിയത്? അല്ല, രാഷ്ട്രീയം എൻ്റെ കപ്പ് ഓഫ് ടീ അല്ലെന്ന് എനിക്ക് അന്നേ അറിയാം. കാരണം എനിക്ക് എപ്പോഴും ചിരിക്കാൻ പറ്റില്ല. എനിക്ക് ചിരി ആവശ്യമെന്നാൽ ചിരിച്ചോളാം. കണ്ട് ചിരിച്ചിട്ട് മോശമായിട്ട് ആൾ ചിരിച്ചു പറ്റില്ല. പിന്നെ ഭയങ്കര ഭീകരമായ ഒരു ജോലിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അത് എടുക്കാനുള്ള പാങ് എനിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്നെ തന്നെ പരിരക്ഷിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അത് കയറി പബ്ലിക്കായിട്ട് നിന്ന് പിന്നെ അല്ലെങ്കിൽ പിന്നെ അതിൽ തോന്നരുത് ഇതിന്ന് വല്ലതും അടിച്ചുകൊണ്ട് പോകാമെന്നുള്ള മട്ടി കയറണം. അതെനിക്ക് പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു ചരിത്രവും ഇല്ല, ചിന്തയില്ല എനിക്ക്. അത് വേണ്ടത് അതെങ്ങനെ വന്നാലും പോകുമെന്ന് എനിക്കറിയാം. അത് ആ കാര്യത്തിൽ ഞാനൊരു വേദാന്ത ചിന്തയൊക്കെയുള്ള ആളാണ്. ഈസിയായിട്ട് കിട്ടുന്ന പണം ഈസിയായിട്ട് പോവുകയും ചെയ്യും. ഈ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എപ്പോഴും പൊളൈറ്റഡ് അങ്ങനെ ആയിരിക്കണമെന്നാണോ സാറിൻ്റെ ഒരു നിലപാട്? രാഷ്ട്രീയക്കാരനായിട്ട് റോൾ മോഡലായിരിക്കണ്ടേ, അവനൊരു സമൂഹത്തിൻ്റെ ഒരു മാതൃകയായിരിക്കണ്ടേ, അവനെ നോക്കി വേണ്ടി ജനം പഠിക്കാനായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ നോക്കി പഠിക്കരുത്. പഠിച്ചാൽ രാജ്യം നാശകോശമായി പോകും. അങ്ങനെ പറയാനുള്ള 1-2 പേര് പോലും ഇല്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷെ അതല്ലല്ലോ പുറത്തു വരുന്നത്. നിങ്ങൾക്ക് പത്രക്കാർക്കും അവരെ വേണ്ടല്ലോ. നല്ലവരെ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് വേണ്ട മറ്റേ കേസ് കേട്ടാ എങ്കിലേ പത്രം പോകത്തുള്ളൂ, ആൾക്കാർ വായിക്കുകയുള്ളൂ, അല്ലേ? പത്രക്കാരെന്ന് പറഞ്ഞ പോലെ ഈ നാനയിലേക്കുള്ള ഒരു തുടക്കം ചിന്ത എന്തായിരുന്നു ശരിക്കും? എന്തുകൊണ്ട് നാനാണ് ചൂസ് ചെയ്തത്? അത് ഞാൻ നേരത്തെ ഡിഡ് യു ഗോ ഫോർ ഫിലിം മേനോ എന്ന കഥ എഴുതിയ കണക്കാണ്. എനിക്ക് സിനിമയിൽ വരണം, സിനിമയിൽ സംവിധായകനാകണം. ഇത് 16 വയസ്സിൽ ഞാൻ എഴുതിയാണ്. അനേകമാർഗം സിനിമയിൽ പെടുക, സിനിമയെ ബന്ധപ്പെടുക. അപ്പോൾ ബന്ധപ്പെടാൻ ആലോചിച്ചാൽ പ്രായോഗിക ബുദ്ധി വേണം. ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വലിയ പാടാണ്. പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഇവിടുന്ന് പ്രീ ഡിഗ്രി ഫാത്തിമ കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് പോയി ചേർന്നു. അവിടെ വെച്ച് എൻ്റെ നിർണായകമായ മീറ്റിംഗ് നടക്കുന്ന ONV സാറുമായിട്ട്. അദ്ദേഹം എൻ്റെ അധ്യാപന മലയാളം. അപ്പം ഞാൻ അന്ന് കോളേജിൽ ഒരു നാടകം നമ്മുടെ യുവജനോത്സവത്തിന് പോകാനായിട്ട് തയ്യാറാക്കി. ഫസ്റ്റ് DC ഞാൻ. അപ്പോൾ ഈ ഫസ്റ്റ് DC പിള്ളേരെ അവർക്ക് വിലയില്ല, മീശ ഒരുക്കാത്ത പിള്ളേരെ. അന്ന് അവിടെ MA പഠിക്കുന്ന അവിടെ ചേർന്ന് നാടകം കൊണ്ടുവന്നു, ഞാനും കൊണ്ടുവന്നു. MA പഠിക്കുന്ന നാടകത്തിനകത്ത് പെണ്ണഭിനയിക്കുന്നുണ്ട്. എനിക്ക് പെണ്ണൊന്നും കിട്ടില്ല. ഞാൻ ഒരു ആണിനെ പിടിച്ച് പെണ്ണാക്കി വെച്ച് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ, അതായത് കമ്മിറ്റിക്കകത്ത് ONV സാറും N. കൃഷ്ണ സാറും ഉള്ളത്, ഒരു നാടകം അവതരിപ്പിച്ചു. അപ്പോൾ ആ നാടകത്തിൽ അന്നും പ്രശ്നമുണ്ട്. റിഹേഴ്സലിൽ പ്രധാനപ്പെട്ട ഒരുത്തം വരാതിരുന്ന് അവസാനം തട്ടിക്കയറി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അവൻ തെറ്റിച്ചപ്പം കഥ കംപ്ലീറ്റ് കഴിയുന്നു. പക്ഷേ ഞാൻ ഡയലോഗ് കയ്യിൽ നിന്നിട്ട് തിരുത്തി പിടിച്ച് ഇപ്പോൾ ഒരു കോമ്പയർ പേഴ്സൺ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ONV സാർ അവിടെ നിന്ന് പേപ്പർ നാടകം മറിച്ച് നോക്കുന്ന ഞാൻ കണ്ടു. ഒറ്റ ഡയലോഗ്. നാടകം കഴിഞ്ഞ ഉടനെ സാർ എന്നെ വിളിച്ചു, പറഞ്ഞു, മിസ്റ്റർ ബാലചന്ദ്രൻ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു ഡയലോഗ് പോലും കാര്യമൊന്നും ഉപയോഗിച്ചില്ല. പക്ഷെ അരങ്ങ് മുഷിയായിട്ട് നിങ്ങളത് കൊണ്ടുപോയി. നല്ല കാര്യം കേട്ടോ. സാറാണ് ആദ്യം എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്രയും താല്പര്യം ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ ജേർണലിസം. അദ്ദേഹമാണ് എൻ്റെ വാതിൽ തുറന്നത്, ആശയം തന്നത്. അങ്ങനെ പോയാലാണ്. അപ്പോൾ അത് വേറൊന്നുകൂടെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്ക് എൻ്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് ഏതെങ്കിലും ആരുടെയും കൂടെ സിനിമയിൽ സഹായിയായിട്ട് നിന്ന് പഠിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് ഒരു സഹായിയാവാൻ പറ്റുകയില്ല. നിങ്ങളുടെ ശരീരക്കൂറതിനുള്ളതല്ല, നിങ്ങളെ ആരും സഹായിയായിട്ട് വെക്കുകയും ഇല്ല. സോ ബെറ്റർ യു സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ഫീറ്റ്. അതിനാണ് ജേർണലിസം. അപ്പോഴാണ് ജീവിതത്തിൽ ജേർണലിസം എന്ന വാക്ക് ഞാൻ കേൾക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ചേർന്ന് അവിടെ എൻ്റെ കൂടെ പഠിച്ചു വാക്കുണ്ട് വേണുനാഗുകളിലേക്ക് അന്ന് ആ ബാച്ചിൽ അതിനും എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. റിപ്പോർട്ടിങ് കേരളം മുതൽ ഗോൾഡ് മെഡലും കിട്ടി. അപ്പോൾ എനിക്ക് സംഭവമായി. ഞാനതിൻ്റെ ശരി നാനേ പോകാൻ കരുതി. നാനേക്ക് പോയി കണ്ട് മദ്രാസ് ലേഖകനായിട്ട് പോയി. അവിടെയാണ് എൻ്റെ സിനിമയിലെ തുടക്കം, ഇന്നിങ്സ്. അപ്പോൾ ഞാൻ ആ ഡോർ കടന്നു, അകത്ത് കയറി. അതെ, സിനിമയിൽ ബന്ധമായി. ഏത് സൈറ്റിലും പോകാനും പ്രായോഗികമായ ചിന്തയായിരുന്നു. കാരണം പിന്നല്ലാതെ പോയി പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കാമെന്നൊക്കെ വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛനെയൊക്കെ ധരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അച്ഛൻ അക്കാര്യത്തിൽ ഇത്തിരി സ്വല്പം നീരസമുണ്ട് എന്നോട്. കാരണം എല്ലാം നല്ല മാർക്കാണ് എനിക്ക്, 82-83% സബ്ജക്ട്സിന്. എന്നിട്ട് അതെല്ലാം കളഞ്ഞ് എഴുതാൻ അച്ഛൻ്റെ ആഗ്രഹം IAS പാസ്സാണെന്ന് വല്ല ലക്ഷ്യമുണ്ടോ? ആ കാലവും കൂടെ ആണല്ലോ. അന്ന് അച്ഛൻ IAS ട്രെയിനിങ്ങിനായിട്ട് കുറച്ച് കാശ് പാടുപെട്ടുണ്ടാക്കി എന്നെ കൊണ്ടിട്ട് വേണ്ട താമസിച്ചു. ആ കാശ് എടുത്തിട്ട് ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛനോട് അങ്ങനെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടാണ്
ഇത് പഠിച്ച് പാസ്സായി മാനുവൽ വാങ്ങിച്ച് പോയി. എപ്പോഴും ഈ സിനിമ എന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ചത് ഏത് പ്രായത്തിലാണ്? ഞാൻ കുട്ടി എൻ്റെ ഒരു ബാല്യത്തിൽ തന്നെ ഞാൻ ഒന്നാമത് എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ പേര് തന്നെ മിന്നൽ എന്നായിരുന്നു. മിന്നൽ മീൻസ് എന്നെ എപ്പോഴാണ് എവിടെ കാണുന്നത് പറയാൻ നോക്കൂല. ഇപ്പോൾ അവിടെ കാണും, അത് നീ അവിടെ വന്നില്ലേ, നീ ഇപ്പോൾ ഇങ്ങനെ വന്നത്, അതായിരുന്നു ഞാൻ. ഫയർ ബ്രാൻഡായിരുന്നു, അതാണ് പ്രധാനമായിട്ടും. അപ്പോൾ പിന്നെ എനിക്ക് അന്നേ അനുകരണ സ്വഭാവമുണ്ട്. സ്വയം നമ്മൾ തെളിയിക്കുക, അകത്ത് ഒട്ട് കിടക്കില്ല. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർ പോയി കഴിഞ്ഞാൽ അവരെ പോലെ നടന്ന് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ കാണാൻ വീട്ടിൽ അന്ന് കൂട്ടുകുടുംബമാണ്, നമുക്ക് സദസ്സുണ്ട്. അപ്പോൾ ആ ഒരു ദാസനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നായിരിക്കണം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു നാടകം അഭിനയിച്ചു, ഭീഷ്മർ എന്ന് പറഞ്ഞിട്ട്. 7ാം ക്ലാസ്സിൽ എന്ത് പറയാൻ ഉണ്ടെന്ന് അന്ന് കിട്ടുന്ന ആ ഒരു പ്രോത്സാഹനമാണ് ശരിക്കും. അത് സാറ് പിടിച്ച് എന്നെ അഭിനയിപ്പിച്ചു. അത് അപ്പോൾ കുഴപ്പം ഞാൻ സാറിനെ ഞാൻ തിരുത്താൻ തുടങ്ങി. അത് അവിടെയാണ് ടേണിംഗ് പോയിന്റ്. അതായത് അപ്പം ചോദിച്ചാൽ മതി. അപ്പോൾ പാലക്കുഴി സ്കൂൾ എന്നാണ് എൻ്റെ പേര്. 7ാം ക്ലാസ് UPS. എന്നെ ഭീഷ്മരാക്കി. എനിക്ക് ക്ലാസ് പഠിക്കാനുണ്ടായിരുന്നൊരു പാഠമാണ്. അന്നത്തെ ഏതൊരു മലയാള അധ്യാപകനാണ് എൻ്റെ ഡയറക്ടർ. അയാളുടെ കയ്യിൽ ചൂരിൽ എപ്പോഴും കാണും. അപ്പോൾ അതിന് റിഹേഴ്സൽ നടക്കുക, ഓലപ്പരയാണ്. റിഹേഴ്സൽ നടക്കുമ്പോൾ ചുറ്റുവട്ടം ഈ പെൺപിള്ളേരും ആമ്പിള്ളേരും ഇരിക്കുക. അപ്പോൾ സാറിങ്ങനെ ബ്രീഫ് ചെയ്യണം, നീ അത് ചെയ്യണം. അപ്പോൾ പുള്ളി തിരുത്തും. അപ്പോൾ സംശയം എനിക്ക്. അപ്പോൾ സാർ ഞാൻ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ വേണ്ട, നീ ഇങ്ങനെ ചെയ്താൽ മതി. കൺവിൻസ്ഡ് അല്ല ഞാൻ. പിന്നെയും ഞാൻ ഡൗട്ടുകൾ ചോദിക്കുന്നു. സാറിന് അവസാനം സഹി കിട്ടും. സഹി കേട്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ഈ പിള്ളേരെ, ഈ സാറിനെ ഞാൻ സംശയം ചോദിക്കാൻ തിരുത്തുന്നതും പിള്ളേർ ചിരിക്കുന്നതും സാറിനൊരു അപമാനമായി. നമ്മുടെ വിവരങ്ങൾ കൊണ്ട് ചെയ്തതാണ്. സാറ് പെട്ടെന്ന് ഒരു കാര്യം ഞാൻ പറയാം, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഈ നാടകത്തിലെ ഒരു നടനാണ്, മനസ്സിലായോ? ഞാൻ എന്താ വിടുക, ഇതൊന്നും പ്രതീക്ഷിച്ചില്ലേ? നടനാണ്, ഞാനാണ് സംവിധായകൻ. സംവിധായകൻ പറഞ്ഞ നടൻ കേട്ടാൽ മതി കേട്ടോ, മിണ്ടിപ്പോരുത്. അന്ന് കൈത്തിയോ സംവിധായകൻ അതങ്ങ് അയക്കാം. ശൈലി ഈ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ബാലേന്ദ്രമേനോൻ എഴുതി കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായ ആ ത്രെഡ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ ഇതുപോലെ പകർത്താൻ വേണ്ടിയിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണത്തിനുണ്ടോ? അല്ല, അങ്ങനെ ചോദ്യം. അതായത് ഒരു സംതൃപ്തി പെട്ടെന്നുണ്ടാകാത്തൊരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. എത്ര ചെയ്താലും മതിയാകത്തില്ല. പെർഫെക്ഷൻ എന്നുള്ളതിനുപരിയായിട്ട് ഇംപ്രവൈസേഷൻ്റെ ആളാണ് ഞാൻ. തിരിച്ചവിടെ വയ്ക്കും, തിരിച്ചിങ്ങോട്ട് വയ്ക്കും, ഇങ്ങനെ നോക്കി നോക്കി നോക്കി. അതാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി. നമ്മുടെ ക്രിയേഷൻ്റെ ഒരു സുഖം അനുഭവിക്കുന്നത് അപ്പോഴാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ സുഖം ഞാനങ്ങ് ചെയ്യുന്നത് അതാണ്. കാരണം ഇനി അവനെ പഠിപ്പിച്ച് ചെയ്യിച്ച് അവനുമായിട്ട് ക്ലാഷ് ഉണ്ടാക്കി അവനെ ബോധവൽക്കരിച്ച് അതിനുള്ള സമയമൊന്നുമില്ല. ഇപ്പം ഞാൻ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, വേണമെങ്കിൽ അഭിനയം, അതും കൂടെ വൃത്തിയായി ചെയ്തതുകൊണ്ട് എനിക്ക് 38 പടം ചെയ്യാൻ പറ്റി. 50 വർഷം അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഇല്ലെങ്കിൽ മിക്കവാറും ഓരോ ആർട്ടിസ്റ്റിൻ്റെ വാതൊക്കെ ഞാനും ഫയലും പിടിച്ച് നിന്നേനെ. അതെ, 38 പടങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. 38 പടവും 50 വർഷവും പൂർത്തിയാക്കിയ ബാലേന്ദ്രമേനോൻ്റെ ഒരു പടത്തിൽ ആദ്യകാലത്താണ് മോഹൻലാൽ അഭിനയിച്ചത്. പിന്നെ ശേഷം കഴിച്ചൊരു ചെറിയ വേഷം അഭിനയിച്ചത്. വി ആർ വെരി നൈസ് ഈവൻ ടുഡേ. പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല. മമ്മൂട്ടിയോ ചിരിയോ ചിരിയിലൊരു ജസ്റ്റ് അപ്പിയറൻസ് വന്നു, അത് മമ്മൂട്ടിയായിട്ടാണ് വന്നത്. ഞാൻ വ്യക്തമാക്കുന്നു, ഫുൾ ഫ്ലഷ്ഡ് വന്നു, ശേഷം കാഴ്ചയിൽ വന്നു, അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ മമ്മൂട്ടി പിന്നെ പങ്കാളിത്തത്തിനകത്ത്. സുരേഷ് ഗോപിയുടെ പടത്തിൽ സുരേഷ് ഗോപി വന്നത് സുഖം സുഖം എന്ന പടത്തിനകത്ത് ഒരു സോങ് സീക്വൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ മലയാള സിനിമയിലെ ഷുവറായിട്ടുള്ള കച്ചവട സംഗതികളെ ഒന്നും ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എന്നിൽ തന്നെയാണ് ടോർച്ച് അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ബാലേട്ടൻ തന്നെ ഒരു പരാതി പറഞ്ഞത്, എന്നെ ആരും ഉപയോഗിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു പരാതി പോലെ പറഞ്ഞിട്ടുണ്ടോ നടൻ എന്ന രീതിയിൽ? സത്യമല്ലേ? എനിക്ക് നാഷണൽ അവാർഡ് എവിടെ സമാന്തരം. അതിൻ്റെ ഡയറക്ടർ പേരെന്താ? ബാലേന്ദ്രമേനോൻ. എന്താ ഞാൻ മോശമാണോ? ഈ പടം കണ്ടിട്ട് എല്ലാവരും പറയുന്നു, ഓ ചേട്ടാ ഗംഭീരമായി. എനിക്കതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ആയിക്കോട്ടെ, എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്തു. അഫ്കോഴ്സ് ആ ചെയ്തതിനകത്ത് അതിൻ്റെ ഡയറക്ടറെ ഉണ്ണികൃഷ്ണൻ നല്ല പങ്കുണ്ട്. പുള്ളിയുടെ നിർദ്ദേശങ്ങളും പുള്ളിയുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ. ദ ഫുൾ കൺട്രോൾ ഈസ് വിത്തിൻ. പക്ഷേ ഇപ്പോൾ അഭിപ്രായം പറയും, എന്തുകൊണ്ടാരും എന്ന് ഇദ്ദേഹത്തെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ആരും ത്യാഗം കാണിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ തന്നെ എൻ്റെ പണി ചെയ്തു. ഒരുപക്ഷെ തെറ്റിദ്ധാരണകളുടെ കൂടെ ഫലമായിരിക്കും. എന്ത് തെറ്റിദ്ധാരണ? ഐ എം ആൻ ഓപ്പൺ ബുക്ക്. തെറ്റിദ്ധാരണ എന്തുവാ?
വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ഒരു പക്ഷെ പുറത്തിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ അറിയാതിരിക്കുന്ന സമയത്ത്, കാണാതിരിക്കുമ്പോൾ ഒരുപാട് പേര് നമുക്കെതിരെ പറയുന്നുണ്ടെന്ന്. അതാണ് സിനിമ. ആ ലോകത്തോട് താല്പര്യം എനിക്കില്ല. അത് ഞാൻ യോഗ്യനാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അതെന്തുകൊണ്ടായിരിക്കും ബാലേന്ദ്ര മേനോനെ അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറ്റം പറയാനുണ്ടായ കാരണം? അല്ല, അങ്ങ് കുറ്റം പറഞ്ഞ് അസംതൃപ്തമാണ് ഈ ലോകം. ബാലേന്ദ്ര മേനോനിൽ മാത്രമല്ലത്, ജനറൽ ഞാൻ പറഞ്ഞില്ലേ, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതാണ് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു കുറ്റകൃത്യം. അത് എന്താണെന്ന് പറയുന്നില്ല, ചെയ്തവരുത്. ഞാൻ പത്രത്തിൽ കണ്ട, സങ്കടം തോന്നി. വളരെ ഹീനമായ ഒരു ലൈംഗിക കുറ്റം ചെയ്ത ഒരുത്തൻ പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോലെ അവൻ്റെ 3 ഫോട്ടോ ഇട്ടിരിക്കുന്നു. എന്താ ചെയ്യുക? നമ്മൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാൽ കൊടുക്കത്തില്ല, ഇവർ മൂലയെ കൊടുക്കും. ആ കുഴപ്പമുണ്ട് സമൂഹത്തിന്. നെഗറ്റീവേ നമ്മൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നുള്ളത്. ഞാൻ പക്ഷേ എൻ്റെ സിനിമകളിലൊന്നും നെഗറ്റീവായിട്ടുള്ള സാധനം കാണിച്ചൊന്നും ഞാൻ കച്ചവടം നടത്തിയിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഏത് നന്നായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഏപ്രിൽ 19 എന്ന് പറഞ്ഞ പടം ഒരു കുടുംബ ചിത്രമാണ്. അത് ഞാൻ പറഞ്ഞത് എന്താണ്, എന്തൊക്കെ നേടിയാലും ആ നേട്ടത്തിൻ്റെ കഥകൾ വൈകിട്ട് ഒന്ന് പറയാൻ നേരത്ത് കേട്ടിരിക്കാൻ ഒരു കൂട്ടില്ലെങ്കിൽ പിന്നെ എന്താ? ഒരു മെസ്സേജാണ്. അതവർ പഠിപ്പിക്കുക, അയാൾക്ക് ഫീൽ ചെയ്യും. ഞാനിത് പറയുമ്പോൾ അത് കേൾക്കുന്നവൻ അവൻ്റെ ഭാര്യയെ പറ്റി ഓർക്കും. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഞാൻ ആരും താഴ്ത്തി പറയുന്നില്ല. അല്ലേ, സിനിമ ഹാസ് ഗോട്ട് സോ മെനി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. എനിക്കറിയാവുന്നൊരു സിനിമയുണ്ട്, ആ സിനിമ ഇന്നതുപോലെ ഇരിക്കണം നിർബന്ധം എനിക്കുണ്ട്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിനിമയുടെ കാര്യം പറയുമ്പോൾ പോലെ അതിൽ പറഞ്ഞു പോകുന്ന ഒരാളെ അയാളുടെ പ്രതിച്ഛായയെ മോശമാക്കി കാണിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് സിനിമ പറയാതെ പറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ ഇങ്ങനെ ഒരു ഇഷ്യൂ അറിയാതെ ഈ പറഞ്ഞ പോലെ യാദർച്ഛികമായിരിക്കാം, ഒരു സംഭവമായിരിക്കാം, ബാലേട്ടൻ്റെ ജീവിതത്തിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു അനാവശ്യമായ ഒരു അങ്ങനെ ഒരു അലഗേഷൻ വന്നു. അത് കോടതിയിൽ വന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധിയുണ്ടായി ഇരിക്കുകയാണിത്. അതുകൊണ്ട് തീരില്ല. കാരണം ജുഡീഷ്യലി സ്പീക്കിംഗ് അത് ക്ലോസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. കാരണം എൻ്റെ പ്രതിച്ഛായയ്ക്ക് ചേർന്നതല്ലത്. അതാണല്ലോ എൻ്റെ പടവും. അതെ. കാരണം അതാരോ പറഞ്ഞു, സഹതാപമാണ് എനിക്ക്. അതങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള സഹതാപമുണ്ട്. കഷ്ടം. ഓരോരുത്തരും ഓരോ രീതി ജീവിക്കാൻ നോക്കത്തില്ല. അങ്ങനെ ചിന്തയായിട്ട് മാത്രമേ അതിനെ കാണുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ കെയർ ചെയ്യുന്നേ ഇല്ല. ഞാൻ അത് കെയർ ചെയ്യാൻ തുടങ്ങിയാൽ അത് ഭീകരമായ രീതിയിൽ ഞാൻ കെയർ ചെയ്യേണ്ടി വരും. എത്രയോ ശബ്ദങ്ങൾക്ക് ഒരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ എത്രയോ ശബ്ദങ്ങൾ റോഡിൽ കേൾക്കുന്നവർ, അതിൽ ചെറിയ ശബ്ദം. ഈ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരാൾ തിരിച്ചുവരവിൽ ഏറ്റവും മനോഹരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഈ പിടിച്ചു വലച്ച ഒരു കഥാപാത്രമായിരുന്നു ക്ലാസ്മേറ്റ്സിലെ ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ നരേൻ്റെ അച്ഛനായിട്ട് വന്ന ഒരു കഥാപാത്രം ISR. ആ ഒരു തിരിച്ചുവരവില് ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത്, ആ ഒരു ക്യാരക്ടർ ചെയ്തതിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ ലാൽ ജോസിൻ്റെ പടം ഞാൻ എൻജോയ് ചെയ്ത റോളത്. അത് എൻ്റെ 25ാം വിവാഹ വർഷമായിരുന്നു. എനിക്കതെല്ലാം കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയ എൻ്റെ സെറ്റിൽ ഭാര്യയൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൽ അയ്യർ സാറിനെ പറ്റിയിട്ട് ഒരു കോൺസെപ്റ്റ് വെച്ചായിരുന്നു ആദ്യം, രൂപത്തെ പറ്റി. അങ്ങനെ ഞാനങ്ങനെ മനസ്സിൽ കരുതിയിട്ടാണൊരു മുടിയുള്ള മുടിയും ഒക്കെ അടുത്ത് ഞാൻ ലാൽ ജോസിനെ ആദ്യം കണ്ടു. അപ്പോൾ ലാൽ ജോസിൻ്റെ സംശയം തോന്നി, സാറേ ഇത് ഒരു കോമഡി റോളായി പോകും. ഇല്ല ചോദിച്ചേ, ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഇതാണല്ലോ പ്രസൻറ്റിൽ ഉള്ള കമ്പനി കാണിക്കുകയാണ്, ചെറുപ്പത്തിൽ കാണിക്കല്ലേ അധ്യാപകനായിട്ട്. അപ്പോൾ നല്ല ഇടതൂർന്ന കറുത്ത മുടിയും നിറമുള്ള ഷർട്ടും കടും പച്ചയും ചുവപ്പുള്ള ഷർട്ടും, അങ്ങനെ ഒരു നോയ്സി ക്യാരക്ടറാക്കിയിട്ട് എൻ്റെ മകൻ നഷ്ടമായി കഴിയുമ്പം എൻ്റെ ലൈഫിൻ്റെ നിറം മാറുന്നു. അതോടുകൂടി ഞാനങ്ങ് നരയ്ക്കുന്നു. അതോടൊപ്പം ഞാൻ വൈറ്റിലേക്ക് കയറുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. അങ്ങനെയാണ് ആ ക്യാരക്ടർ. ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ. അത് ഇതൊക്കെ സംവിധായകനോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഞാനൊരു ഡയറക്ടറാണ്. സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറുടെ എക്സ്പ്രഷനാണ്. ഹി വാണ്ട്സ് ദാറ്റ് മീൻസ് യു ആർ ബൗണ്ട് ടു ഗിവ് ഇറ്റ്. എന്തിനാണെന്ന് ചോദിക്കാനുള്ള റൈറ്റ് പോലും നിൽക്കില്ല. സൗഹൃദത്തിൻ്റെ പുറത്ത് ചോദിക്കാൻ മാത്രമേ. സിനിമ നന്നാക്കാൻ ചോദിക്കാം ഈ പറഞ്ഞ പോലെ. പക്ഷെ അവസാന കോൾ എന്ന് പറയുന്നത് ഡയറക്ടർ. ഉറപ്പായിട്ടും അതെവിടെ തെറ്റിക്കുന്ന അവിടെ ഞാൻ കൂട്ടി വയ്ക്കില്ല. ഞാൻ ഇത്രയും കാലം അഭിനയിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ എൻ്റെ പടം വിടും. എൻ്റെ പടത്തിൽ ഞാൻ സംവിധാനമായിട്ടിരിക്കുമ്പം അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റുമായിട്ടൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. 50 വർഷത്തെ കാര്യമായിട്ട് ഞാൻ പറയാം. ആരുമായിട്ടും ഇവിടെ ട്രിപ്പിൾ മേക്കേഴ്സായ എല്ലാവരും എൻ്റെ അടുത്ത് വളരെ ഇണങ്ങിയ സുഹൃത്തുക്കളാണ്.
അതുപോലെ ഞാൻ പുറത്ത് അഭിനയിക്കാൻ പോയ പടങ്ങളുണ്ട്. അവിടെയും ഒരിടത്തും ഞാൻ എൻ്റെ ഡേറ്റിനോ അക്കാര്യത്തിൽ ഐ ഒബ്സർവ് ടോട്ടൽ ഡിസിപ്ലിൻ. ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരാളൊരു മോശം പറയിച്ചിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല, സാധിക്കില്ല. ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ പെട്ടെന്ന് ബാലേന്ദ്ര മേനോൻ എന്ന് പറയുമ്പോൾ തലയിലൊരു കെട്ട് കർച്ചീഫൊക്കെ ഇട്ട് ഒരു അതായിരുന്നു എനിക്കൊന്ന് മിമിക്രിക്കാരും കൂടുതലും കളിച്ചു വന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ശരിക്കും അന്ന് ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ തലയിൽ കെട്ട് അതെന്തായിരുന്നു ശരിക്കും അങ്ങനെ ഒരു പ്ലാന്? ഞാൻ എൻ്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്, ആൾക്കാർ കേൾക്കുമ്പോൾ ആവർത്തനമാണ് സംശയമുള്ളൂ, അതൊന്നുമല്ല. അതായത് ഇത് ഞാൻ ആരംഭിക്കുന്നത് കാര്യം നിസ്സാരത്തില്ല. നിസ്സാരത്തിൽ നസീർ സാറാണ്. നസീർ സാർ എനിക്ക് പറഞ്ഞ ബഹുമാനം എപ്പോഴും ബഹുമാനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ, അദ്ദേഹം വളരെ ബിസിയായ സമയമായിരുന്നു. അദ്ദേഹമായിട്ട് കോമ്പിനേഷൻ എനിക്ക്, ഞാനൊരു മോട്ടോർ മെക്കാനിക്കാണ്. അപ്പോൾ അതിനകത്ത് അവിടെയാണെന്ന് ഷൂട്ട്. നസീർ സാറൊക്കെ നേരത്തെ വന്നിരിപ്പുണ്ട്. ഞാൻ ഡയറക്ടറാണ്, അഭിനേതാവാണ്. എനിക്ക് തലയിൽ വയ്ക്കേണ്ട വിഗ് വന്നിട്ടില്ല, മദ്രാസ് വന്നില്ല. അപ്പോൾ അന്ന് വന്നില്ലെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് വേസ്റ്റാവും. അതൊക്കെ പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടാവും. ഞാൻ എപ്പോഴും പടം ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയെപ്പറ്റി വളരെ ബോധമാണ്. നമ്മൾ ഇന്ന് ഭാവന കണ്ടുകൊണ്ടിരുന്നാൽ പറ്റില്ല. അവിടെ പ്രൊഡ്യൂസറുടെ വീണ്ടും തറവാടിൻ്റെ അവസാനത്തെ കമ്പ് ഊരുകയായിരിക്കും, പാടില്ല. അപ്പോൾ എന്നെ സാർ വളരെ സൂക്ഷ്മമായി ഞാൻ എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല സാർ, ഇത് എന്ത് ചെയ്യാൻ പറ്റും, വിഗ് വന്ന് അന്ന് എനിക്ക് കൃത്യമായ വിഗിൻ്റെ ആവശ്യമില്ല, എന്നാലും അവന് ശരിയാക്കാമെന്ന് എഴുതിയിട്ടാണ് വിഗ് പറഞ്ഞത്. ആ ശരി, എന്ത് പറ്റി, വന്നില്ലത്, വിഗ് വേണോ പടത്തിൽ? ഞാൻ പറഞ്ഞു പിന്നെ വിഗ് വേണം സാർ. ആ ശരി. അപ്പം ഇന്നത്തെ ആ വർക്ക്ഷോപ്പിലെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം സാറ് ഒരു ഏതോ വണ്ടിയുടെ താഴെ എടുത്തും കിടപ്പുണ്ട് മെക്കാനിക്ക്. അവനതിന് അടിയിൽ നിന്ന് എഴുന്നേറ്റു. മിസ്റ്റർ മേനോൻ, അയാളൊന്ന് വാച്ച് ചെയ്തേ. അപ്പോൾ അവൻ്റെ തലയിൽ കട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പം എൻ്റെ അടുത്ത് വിളിച്ചു. നസീർ സാറല്ലേ വിളിച്ചു. ഓടി വന്നു, ഒരു വിളിച്ചാൽ കേട്ടോ നമ്മളെ കാണാനായിട്ട്. അപ്പം ഞാൻ നോക്കി, അവന് ഭംഗി, അവനെ ഈ ലുക്സ് എ മെക്കാനിക്. അയാളിപ്പോൾ ഇതുപോലെ കത്തിയായിരിക്കും, കൊള്ളാം. ആക്ച്വലി അത് നസീർ സാറെ കണ്ടുപിടിച്ചതാണ്. അത് എൻ്റെ കൃതിയൊന്നുമില്ല. എന്നിട്ട് ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ അത് കെട്ടായിട്ടങ്ങ് മാറി. അപ്പോൾ കെട്ടിത്തന്നത് നസീർ സാറാണ്. ഓക്കെ, കർച്ചീഫ് വാങ്ങിപ്പിച്ചു തുടങ്ങി. ആ ഒരു കെട്ട് അതൊരു കിരീടം പോലെ പിന്നീട് അനുഗ്രഹമായി മാറി എന്നുള്ളതാണ്. പിന്നെയും കഥകളുണ്ട് കേട്ടോ. ഈ തലയെക്കെട്ടും കെട്ടി ഞാൻ എനിക്ക് തോന്നുന്നു സന്ദർഭത്തിൻ്റെയോ ഏതോ സിനിമയുടെ ജൂബിലി ആഘോഷം ട്രിവാൻഡ്രത്ത് നടക്കുന്നു. അന്ന് എൻ്റെ ഈ സമയത്താണ്. അന്നൊരു ഗവർണർ പി രാമേന്ദ്രനാണ്. ഭയങ്കര ക്രൗഡ്. എന്നെയും വിളിച്ചിരുന്നു പങ്കെടുക്കാൻ. അപ്പം ഞാൻ വൈകിയാണ് വന്നത്. ഞാൻ വന്നപ്പോഴേക്കും ആൾക്കാർ എന്നെ കണ്ടപ്പോൾ ബഹളം ഉണ്ടായി. അപ്പോൾ ഈ ഗവർണറുടെ പോലീസ് സേനയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സ്റ്റേജിലേക്ക് പോകാൻ നേരത്ത് എന്നെ തടഞ്ഞു നിർത്തി. വേറെ ഗോയിങ് ജസ്റ്റ് വെയിറ്റ് ഹിയർ. സംശയം മുമ്പിൽ യു ക്യാൻ ഗോ ബട്ട് യു ടേക്ക് യുവർ ടവൽ. മൂവ് യുവർ ഹാൻഡ്കർച്ചീഫ്. ഹിസ് എക്സലൻസി ഗവർണർ ഈസ് ഓൺ ദ സ്റ്റേജ്. സോ അപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചു വർത്താനം. പ്രോട്ടോകോൾ എനിക്കങ്ങനെ ബോധം, എനിക്ക് തോന്നിയാൽ പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു, ഹൗ ക്യാൻ യു ആസ്ക് മീ ടു റിമൂവ് ദിസ്? വിൽ യു ആസ്ക് എ സിക്ക് പേഴ്സൺ ടു റിമൂവ് ഹിസ് ടർബാൻ? അപ്പോഴേക്കും ബഹളമായി. അപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് അപ്പോഴും ആൾക്കാർ മനസ്സിലായി. എന്നെ കയറ്റി വിട്ടു. ഭയങ്കര കയറ്റിയായിട്ട് കയറി. അങ്ങനെ കഥയുണ്ട്. ഒരുപാട് കഥകളാണ് തലക്കെട്ടിനല്ലേ. ഈ പിന്നീട് ഈ മിമിക്രിക്കാർ ഇത് ഒരു ഓർഡർ എടുത്ത് ചെയ്തപ്പോൾ ശരിക്കും അത് ചെയ്ത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഓവർ ഇതായിട്ട് ഫീൽ ചെയ്തു? പിന്നെ മിമിക്രി എന്ന് പറയുന്നത് കലയെ അതല്ലേ. എവിടെ ഈ ചിരി വരുന്നത്? ഇപ്പം ഇന്നലെ കണ്ട ആരാ കാണിച്ചല്ലോ, ഈ പടത്തെ പറ്റി പറഞ്ഞപ്പം നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ടോ എന്താണ് ഈ ഇറങ്ങുന്നതിന് മുമ്പ് അഭിപ്രായം ഉണ്ടാക്കാണ്ടല്ലോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഭിനയിച്ച് കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ കാണിച്ചതൊന്നും ഈ പടത്തിലില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു. റിവ്യൂ പറയുന്ന റിവ്യൂ. ഓക്കെ, അത് എപ്പോഴെങ്കിലും നമുക്ക് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടോ? പണ്ട് അരോചകമാണെന്നുള്ളത് വേറെ കാര്യമാണല്ലോ. അതുപോലെ അധികമായാൽ അമൃതം വിഷമാണ്. അപ്പം ഞാൻ ഒരു തവണ ഇങ്ങനെ കാണിക്കുന്ന 5 കാണിച്ചാൽ അങ്ങനെ ഇരിക്കും. അതാണ് മിമിക്രി. സാരമില്ല, പക്ഷെ അതൊക്കെ ഒരു കലാരൂപമായിട്ട് അങ്ങ് തള്ളു ഞാൻ. ഓക്കെ, പണ്ടെപ്പോഴും മിമിക്രി ചെയ്ത ഒരാളെന്തെങ്കിലും ക്ഷമിച്ചു അല്ലേ? തീർച്ചയായിട്ടും. അന്ന് ചെയ്തിരുന്ന നടന്മാരൊക്കെ ചെയ്യണ്ട ലൈക്ക് ഓർമ്മയിലുള്ളത് ഞാൻ പറയാം. എൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ കെ പി ഉമ്മർ. കെ പി ഉമ്മറിനെ ഗംഭീര കാണിക്കും ഞാൻ. പിന്നീട് അത്യാവശ്യം വന്ന് എന്നും കാണിക്കുക, വേറെ കാര്യം. പിന്നീട് കെ പി ഉമ്മർ,
ഗോവിന്ദൻകുട്ടി കേട്ടോ, പ്രത്യേക ശബ്ദത്തോടെ. ഗോവിന്ദൻകുട്ടി, പിന്നെ വേറെ ഉണ്ട് കൊട്ടാരക്കര ശ്രീധരൻ, ശബ്ദം ഒക്കെ അത് കാണിക്കുമായിരുന്നു. നസീർ സാറിന് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഇപ്പോഴത്തെ മിമിക്രി ആർട്ടിസ്റ്റിന്റെ മാതിരി അത്ര വലിയ കളക്ഷൻ ഇല്ല. ഈ പറഞ്ഞാൽ 5 കലാരൂപങ്ങളിൽ ഒന്നായിരുന്നു അല്ലേ കഥാപ്രസംഗം. അതെ അതെ അതെ. ഈ ഉമർ സാറിന്റെ മുമ്പിലൊക്കെ അത് എപ്പോഴും ചെയ്തിട്ടുണ്ടോ പിന്നീട് എപ്പോഴെങ്കിലും? അപ്പോഴും ഇത്ര ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ നിർത്തിയാൻ. പിന്നെ അത് വേണ്ട ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ നിർത്തിയാൻ. പക്ഷേ അതിനകത്ത് വേറെ വലിയ പാഠമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒന്നുമല്ലാതെ ഞാൻ ചെന്നിട്ട് ഫസ്റ്റ് ഇയർ ഞാൻ കയറി മിമിക്രി എന്ന് കാണിച്ചു. പോപ്പുലറായി. അതുകൊണ്ട് അവിടെ ചേർവാനായത്. രാഷ്ട്രീയത്തിന് വേണ്ട പോപ്പുലാരിറ്റി അതാണ്, ചീപ്പ് പോപ്പുലാരിറ്റി. ഓക്കെ, പബ്ലിസിറ്റി. ഈ നമ്മുടെ ജീവിതത്തിലെ പല വീഴ്ചകളിലും അല്ലെങ്കിൽ ഉയർച്ചയിലും ചാഴ്ചയിലും ഒക്കെ കൂടെയുള്ള ഒരാളെന്ന് പറയുന്നത് അവിഭാജ്യമായ ഘടകമാണ്. അയാളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ പല കഥകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രിട്ടാസുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ സാർ തന്നെ പറയുന്ന ഒരു കഥയുണ്ട്. വൈഫ് വന്ന് വിളിച്ച് തിരിച്ചു കൊണ്ടുവന്നൊരു കഥ. ആശുപത്രിയിൽ കടന്ന സമയത്ത് ബാലേട്ടാന്നുള്ളൊരു വിളി. അതല്ല, അങ്ങനെ വിളിച്ചതല്ലത്, ചോദ്യന്യായമാണ്. അതായത് എനിക്കൊരു ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ, എനിക്ക് ആ സമയത്ത് ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നിട്ട് ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, ഡോക്ടർമാരെല്ലാം വന്ന് വിളിച്ചു തന്നെ എൻ്റെ പേര് മിസ്റ്റർ ബാലേന്ദ്രൻ പറഞ്ഞ് വിളിക്കുന്നത്. എനിക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ തന്നെയാണ് എൻ്റെ വൈഫിൻ്റെ തുറന്നത്, വൈ ഡോണ്ട് ഗോ ആൻഡ് കോൾ ഹിം. ആൻഡ് ഷീ കെയിം ആൻഡ് വെരി നോർമലി, അല്ല ഇമോഷണലായിട്ടൊന്നുമല്ല, എൻ്റെ പേരും വിളിച്ചിട്ട് എൻ്റെ നമുക്ക് പോണ്ടേ കിടന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആക്ച്വലി ഐ കെയിം ബാക്ക് ടു മൈ കോൺഷ്യസ്നെസ്. അതാ വ്യത്യാസം, സെൻസ്. നിങ്ങളുടെ നമ്മുടെ അടുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ആത്മബന്ധത്തിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു നന്ദി പറയണം തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ? ആരുടേത്? ഭാര്യയോട്. ഭാര്യയും കൊണ്ടല്ലേ പറയണ്ടേ, തിരിച്ചു പോവാമല്ലോ. എത്ര തവണ നന്ദി പറഞ്ഞാൽ മതിയാവും എന്ന് കരുതിയാണ് ജീവിക്കുന്നത്. അപ്പോഴോ അതിപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അടുത്തിരുന്നത് കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയത്തില്ല. എന്നും കടപ്പെട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല പിന്നെ വിവാഹം എന്ന് പറയുന്നൊരു എന്താ പറയുക, ഇറ്റ്സ് എ മ്യൂച്വൽ ഗെയിം. എത്ര പേര് ജയിക്കുന്നു, എത്ര പേര് പരാജയപ്പെടുന്നു പറയാൻ പറ്റില്ല. എത്ര പേര് ഒരുമിച്ച് കഴിയുന്നു, എത്രയോ പേരില്ലേ പാതി വഴി നിർത്തിയിട്ട് പോകുന്നു, ഡൈവോഴ്സ് ചെയ്യുന്നവർ. ആകെ ഒരു ജീവിതമേ ഉള്ളെന്ന് പറഞ്ഞു, അത് നോക്കി കളിച്ചാൽ മതി. അല്ല, ഞാൻ ഇപ്പോഴേ ചോദ്യം ചോദിക്കാൻ കാര്യം ഈ നിമിഷവും ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അടുത്തിരുന്ന് കൂടെ ഇരുന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ തുടങ്ങുന്നതിന് മുമ്പ് ഈവൻ ആ ചെറിയൊരു ബട്ടൺസിന്റെ കൺസേൺ പോലും പുള്ളിക്കാരി പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് അത് ചിന്തിപ്പിച്ചൊരു, അതുകൊണ്ട് ചോദിച്ചതാണ് ആ ചോദ്യം. അല്ലാതെ ഷീ ടേക്സ് കെയർ. ഞാൻ എല്ലാം ഒന്നും കേൾക്കൊന്നുമില്ല, കേൾക്കും, കേട്ടിട്ട് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ അക്സെപ്റ്റ്. അതിലെനിക്ക് മെയിൻ ഈഗോ ഒന്നുമില്ല. ബട്ട് ഷീ ഈസ് മൈ പ്രൊമോട്ടർ, നോ ഡൗട്ട്. ഫസ്റ്റ് പ്രൊമോട്ടർ ഷീ ഹാസ് ടു ബി. ഈ നമ്മുടെ ഇതിനകത്ത് നിവിൻ പോളിയുമായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കോംബോ വന്ന് ഇപ്പം നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അച്ഛൻ മകൻ ബന്ധത്തിൽ. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അദ്ദേഹമായിട്ടുള്ള വർക്ക് ചെയ്തപ്പോൾ ശരിക്കും നിങ്ങൾ ശരിക്കും ഒരു അച്ഛൻ മകൻ ആ ഒരു കോംബോ വർക്ക് ചെയ്തിരുന്നു? അത് നിങ്ങൾ ചോദിച്ചു. അതെ, നിവിൻ ഈസ് എ വെരി നൈസ് പേഴ്സൺ. ഞാൻ ഈ പടം അഭിനയിച്ച് തീരുന്നതിനിടയ്ക്ക് ഒരു 10 സെൻറ്റൻസ് പറഞ്ഞു കാണില്ല, ഏത് ഡയലോഗ് അല്ലാത്തത്. ഞാൻ എൻ്റെ വഴിക്ക് പോകും, പുള്ളി സമയത്ത് ക്യാമറ ചെയ്ത് അഭിനയിക്കും. പിന്നെ പുള്ളിയും എന്നെ ഈ ഓരോരുത്തരുടെ കഴിവത് നമ്മളെ സംസാരിപ്പിക്കുക അങ്ങനെയില്ല. പുള്ളി ഒരു ലേശം അന്തർമുഖനാണോ എന്ന് സംശയമുണ്ടിരിക്കുക. അപ്പം ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, കാരണം നമ്മുടെ പ്രായമല്ലല്ലോ. അതുകൊണ്ട് ഐ ജസ്റ്റ് ലെറ്റ് ഹിം ഗോ. ബട്ട് ഹീസ് വെരി നൈസ് ടു മൂവ് വിത്ത്, കുഴപ്പമൊന്നുമില്ല. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതിച്ഛായയിലെ കഥാപാത്രം പറയുമ്പോൾ ആളുകൾ നന്നായെന്ന് പറയുമ്പോഴും സാറിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സാറ് ചെയ്ത ഏറ്റവും നല്ല ക്യാരക്ടർ ഏതായിട്ടാണ് തോന്നുന്നത്? അങ്ങനെ എനിക്ക് സെലക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടും. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടറും എൻ്റെ മനസ്സിന് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. എന്നാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി നാഷണൽ അവാർഡ് കിട്ടിയ ക്യാരക്ടറുമാണ് എങ്കിൽ പോലും എനിക്ക് കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കണം, മറ്റൊരുപാട് കഥാപാത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായി അവരെല്ലാം മുമ്പിൽ നിന്നാൽ ഞാൻ നിരാശനായി പോകും. അവരെല്ലാവരും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരോട് നന്ദിയോട് കാണിക്കണേ. ഞാൻ തൃപ്തിയില്ലാതെ ചെയ്തതല്ല, അതെനിക്കറിയാം. ഐ ഡിഡ് വിത്ത് മൈ ഫുൾ എന്താ പറയുക കൺസെൻറ്റ് ഓഫ് മൈ മൈൻഡ് ആൻഡ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. ഓക്കെ. ഇനി ഈ പറഞ്ഞ പോലെ സിനിമകൾ എഴുതുന്ന സമയത്ത് ഈ പുതിയ
തലമുറയുടെ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കഥകളിലേക്ക് മാറണം അല്ലെങ്കിൽ ചിന്തിക്കണം എന്നുള്ള കഥകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ ശരിക്കും? അത് ഞാൻ അതേ പറഞ്ഞത്, എനിക്ക് ഐ എം പ്രിപ്പയർഡ് ടു ഹിയർ ഗുഡ് സ്റ്റോറീസ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഐ ആം മോർ ഇൻട്രസ്റ്റഡ് ടു പോർട്രേ ക്യാരക്ടേഴ്സ് വിത്ത് യങ്സ്റ്റേഴ്സ്, ദ ന്യൂ ജനറേഷൻ. അത് പറ്റും എന്നാണ് തോന്നുന്നത് എനിക്ക്. ഉടനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെനിക്ക് പറയാൻ പറ്റും, അത് അവർ തീരുമാനിക്കണം. ഓക്കെ. എനിക്ക് എൻ്റെ ആഗ്രഹം പറയാനല്ലേ പറ്റുള്ളൂ. അല്ല, സംവിധാനം എന്ന രീതിയിൽ ഞാൻ അതിലേക്ക് പോകുന്നതിനേക്കാൾ ഞാൻ ഇതാ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, നടൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് കുറച്ചുകൂടി, സോറി ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ലെഷർലിയാണ് ഞാൻ കുറച്ചുകൂടി. ഓക്കെ. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ സിനിമ കാണാൻ കയറിയത്. ആരോ പറഞ്ഞ ഒരു വാചകം ഉണ്ടല്ലോ, ഇത് ബാലേന്ദ്രൻ്റെ ചായയാണെന്ന് പറഞ്ഞതുപോലെ കണ്ടിറങ്ങിയപ്പോഴും എൻ്റെ കൂടെ ആ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അത് പോയിട്ടില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഇന്നലെയാണ് ഞാൻ പടം കണ്ടത്. അത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്തു വെച്ച ക്യാരക്ടറിന്റെ ഡെപ്താണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വരട്ടെ, എല്ലാവരും സിനിമ കണ്ട് ആ സിനിമയെ വിജയിപ്പിക്കണം. കാരണം ഉണ്ണികൃഷ്ണൻ വളരെ സ്ട്രെയിൻ ചെയ്തെടുത്തൊരു സിനിമയാണിത്. അപ്പോൾ ആ സിനിമ വിജയിക്കുക എന്നുള്ളത് എൻ്റെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. സന്തോഷം. താങ്ക് യു.